ട്രാൻസ്ലേറ്റ് ചെയ്യും. ലെവന്റെ ലാ മനോത്തോം ഇബിർ അൽ ബസ് എന്ന് പറഞ്ഞാൽ ബസ് വരുമ്പോ കൈ കാണിക്കണോ? ലെവന്റെ മുഖത്ത് തന്നെ നോക്കി കൈ കാണിക്കാം, ഹായ് കാണിക്കാം. കണ്ടോ, ലാ പുറത്തെ മുനാന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കാണണം. ലാ മറിച്ചാന്ന് പറഞ്ഞാല് മറിച്ചിടരുത്. ബാക്കിയുള്ളവരെ മറിച്ചിടരുത്. ബാക്കിയെല്ലാം തരും. കൊള്ളാല്ലേ, പഠിച്ചല്ലോ, ഒറ്റ ദിവസം കൊണ്ട് സ്പാനിഷ് ഒക്കെ പഠിക്കും. അപ്പോൾ വിശാഖിൻ്റെ സ്പാനിഷ് മസാലയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഈ വീഡിയോയുടെ ഹൈലൈറ്റ്സ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ബുൾ ഫൈറ്റ് നടക്കുന്ന സ്ഥലത്താണ് നമ്മളെന്താ നടുക്കോട്ട് പോവാത്തെ? നമ്മളിപ്പോൾ ഫ്ലെമിംഗോ ഡാൻസ് കാണാൻ വേണ്ടി ഓറഞ്ച് ഉണ്ട്. ഓറഞ്ചിനകത്തിൽ സിനമൺ പൗഡറും ഒലിവ് ഓയിലും കൂടി ഇങ്ങനെ കോരി ഒഴിച്ചിട്ട് അപ്പൊ നമ്മളിപ്പം സെവിലിലാണുള്ളത്. സെവിലിന് നമ്മൾ ആദ്യത്തെ ലാൻഡ്മാർക്കായിട്ടുള്ള പ്ലാസ ഡി എസ്പാനയിലേക്കുള്ള പോക്കാണ് കേട്ടോ. ഇത് സ്പെയിനിലെ ഒരു ബസ് യാത്രയിലാണ് നമ്മളിപ്പോൾ. പ്ലാസ ഡി എസ്പാനോയിലേക്ക് പോവാണ് കേട്ടോ. ഹലോ, നമ്മളപ്പം നിൽക്കുന്നത് സെവിലിലാണ്. നമ്മൾ ഇന്നലെ സെവിലിലേക്ക് നമ്മൾ റോഡ് ട്രിപ്പ് വഴി സെവിലിലെത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോട്ടലിൽ ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. ബിൽഡിംഗ് അല്ല ഇത്, ആക്ച്വലി ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ ഡി എസ്പാനോ എന്നാണ്, അല്ലെങ്കിൽ സ്പെയിൻ സ്ക്വയർ എന്നും പറയും, സെവിൽ സ്ക്വയർ എന്നും പറയും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1928 നമ്മുടെ ഐബീരിയൻ അമേരിക്കൻ എക്സ്പോ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പണി കഴിപ്പിച്ച ഒരു സ്ക്വയറാണിത് കേട്ടോ. അപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമുക്കിത് എവിടെ നിന്ന് കണ്ടു തുടങ്ങി എവിടെ നമുക്ക് തീർക്കണം എന്നറിയില്ല, അതുപോലെ നല്ലൊരു മാസീവ് കൺസ്ട്രക്ഷനാണിത്. ഏതാണ്ട് 15 വർഷം എടുത്തിട്ടാണ് ഇത് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തത്. ആയിരത്തോളം പണിക്കാരും വർക്കേഴ്സും ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പിന്നിലുണ്ട്, ഈ ഒരു സ്ക്വയറിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കുറച്ച് നടന്ന് കാണാം. ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ അകത്തൊക്കെ ഒന്ന് നടന്ന്, നല്ല തണലാണല്ലോ, അപ്പോൾ അകത്തൊക്കെ ഒന്ന് നടന്ന് കണ്ടു. ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് കണ്ടു തുടങ്ങി. ഭയങ്കര വലിയ കൺസ്ട്രക്ഷനാണ് ഇത് കേട്ടോ. ഓരോരോ പാർട്ടായിട്ട് ഞങ്ങളിങ്ങനെ കാണുമായിരുന്നു. പുറത്ത് നിന്നിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാനും ഒന്നും പറ്റത്തില്ല, നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ കാളപ്പോര് നടക്കുന്ന നമ്മുടെ പ്ലാസ ഡി ടോറസ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. ഒരു ചരിത്രമുള്ള ബിൽഡിംഗ് ആണെങ്കിൽ ഞാൻ വോയിസ് ഓവർ ചെയ്യും. അപ്പോൾ അത് വലിയ ചരിത്രമുള്ള ബിൽഡിംഗ് ഒന്നും അല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ പ്ലാസ ഡി ടോറസിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഞങ്ങൾ ക്യൂ നിൽക്കുകയാണ് കേട്ടോ, ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് ഇവിടെ. അപ്പോൾ പ്ലാസ ഡി ടോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബുൾ ഫൈറ്റ് ഒക്കെ നടത്തുന്ന സ്ഥലമാണ്. ടോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുള്ളെന്നാണ് കേട്ടോ സ്പാനിഷിൽ പറയുന്നത്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഈ ഒരു കൺസ്ട്രക്ഷൻ തന്നെ ഒരു സർക്കുലർ ഷേപ്പിലാണ് വരുന്നത് കേട്ടോ. അതായത് എല്ലാ സ്ഥലത്തു നിന്നും വ്യൂ ചെയ്യാൻ രീതിയിൽ ആണ് ഈ ഒരു സംഭവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഭയങ്കര ഒരു ക്ലാസിക്കൽ ഡിസൈൻ ആണ് കേട്ടോ ഇതിൻ്റെ. മാഡ്രിഡിലെ ലാസ് വെൻഡാസ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാസ ഡി ടോറസ് ഉണ്ട്. അതിൽ ഏകദേശം 23,000 ആൾക്കാരെ കൊള്ളിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ. ബുൾ ഫൈറ്റിങ്ങിന് വേണ്ടി മാത്രമാണ് ഇത് പണിഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിലും ചില കോൺസേർട്സും അതുപോലെ തന്നെ സ്പോർട്സ് ഇവൻറ്റ്സും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ റാലീസും ഒക്കെ ഇവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മാർച്ച് ടു ഒക്ടോബർ സമയത്താണ് ശരിക്കും ഈ ഒരു ബുൾ ഫൈറ്റ് ഇവിടെ നടക്കുന്നത്. ഞങ്ങൾ പോയ ടൈമിൽ ഉണ്ടായിരുന്നില്ല. സെപ്റ്റംബറിൽ എപ്പോഴോ 3-4 ഷോ ഉള്ളതായിട്ട് അവിടെ വെളിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബുൾ ഫൈറ്റ് നടക്കുന്ന സ്ഥലത്താണ് കേട്ടോ. നമ്മുടെ സ്പെയിനിലെ സെവിലിലുള്ള ബുൾ ഫൈറ്റ് നടക്കുന്ന സ്ഥലത്താണ്, അതായത് നമ്മുടെ കാളപ്പോര് നടക്കുന്ന സ്ഥലത്താണ്. പ്ലാസ ഡി ടോറസ് എന്നാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പേര് കേട്ടോ. അപ്പം ഇവിടെയാണ് ഈ ഒരു കാളപ്പോര് നടക്കുന്നത്. അവിടെയാണ് ആൾക്കാരൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്നത്. ഇതിന് പ്രത്യേകം ഡേറ്റ്സ് ഉണ്ട്, അന്നേരം മാത്രമേ ഇത് നടക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇവിടെ കാളപ്പോരൊന്നും ഇല്ല, പക്ഷെ നമ്മളിത് ജസ്റ്റ് ഇവിടെ ആ ഒരു സ്ഥലം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. 10 euro പെർ പേഴ്സൺ ആണ് കേട്ടോ വരുന്നത്. ഇതിനകത്തേക്ക് എൻട്രി ചെയ്ത് ഇതൊക്കെ കാണാനായിട്ട് 10 euro പെർ പേഴ്സൺ ആണ് വരുന്നത്. ആൻഡ് പ്ലാസ ഡി ടോറസ് എന്നാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പേര്. അപ്പോൾ നമുക്കിനി ഇവിടെയൊക്കെ ഒന്ന് കുറച്ച് നേരം നടന്ന് കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് തിരിച്ച് നമ്മളിവിടെ ഇരുന്നാണ് ഇങ്ങനെ ഷോ ഒക്കെ കാണുന്നത്.
നമ്മുടെ പ്ലാസ ഡി ടോറസിൻ്റെ ഫ്രണ്ട് വശം കണ്ടോ. ഫ്രണ്ട് വശം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നല്ലൊരു യെല്ലോ ആൻഡ് വൈറ്റ് കളറിലെ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളൊരു പോസ്റ്റ് കാർഡ് മേടിച്ചു. ഇവിടുന്ന് €2 ഉള്ളൂ. അപ്പോൾ ഒരു പോസ്റ്റ് കാർഡ് നമ്മൾ മേടിച്ചു. ചുമ്മാ ഒരു മെമ്മറിക്ക് ഒരു സൊവനിയർ പോലെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പാലസിൻ്റെ ഫ്രണ്ട് വശം. നമ്മളിനിയും വെളിയിൽ പോയിട്ട് ഇവിടെ എന്തോ സൈക്കിൾ റാലി പോലെ എന്തോ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തോ ലാ വേൾട്ട എസ്പാന എന്ന് പറഞ്ഞൊരു സൈക്കിൾ ഈവൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഹോൾ വേൾഡിൽ നിന്ന് ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു സൈക്കിൾ ഈവൻ്റ് ആയിരുന്നു ഇത്. അതിവിടെ ഒരു പ്രൊഫഷണൽ സൈക്ലിംഗ് ഈവൻ്റ് ആയിരുന്നു കേട്ടോ. അതിവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ നടന്നു പോയപ്പോൾ കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സോവനിയർ ഷോപ്പിൽ കയറി. അവിടെ ഒരു മസാജിങ് ചെയർ കണ്ടപ്പോഴത്തേക്കും വിശാഖ അവിടെ കയറി 1 മണിക്കൂർ അങ്ങ് സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അത്യാവശ്യം നല്ല സാധനങ്ങൾ, നല്ല ഫുഡൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കെന്നല്ല, ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം വീഗൻ ഓപ്ഷൻസൊക്കെ സ്പെയിനിൽ വളരെ കുറവായിരുന്നു. എന്നും കുറേ സാലഡ്സ് ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. കാര്യമായിട്ട് വീഗൻ ഐറ്റംസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ തിന്ന് അഡ്ജസ്റ്റ് ചെയ്തു. എല്ലാത്തിലും ഭയങ്കരമായിട്ട് ഒലിവ് ഓയിലൊക്കെ ഇങ്ങനെ ഒത്തിരി ഓവറായിട്ട് ഓക്കെയാണ്, ടേസ്റ്റൊക്കെ ഓക്കെയാണ്, പക്ഷെ ഭയങ്കര ഓവറായിട്ട് കോരി ഒഴിച്ച്. ഇന്നലെ ഞങ്ങളൊരു ഡിഷ് കഴിച്ചത്, അതിനകത്തിൽ ഓറഞ്ച് ഉണ്ട്. ഓറഞ്ചിനകത്തിൽ സിനമൺ പൗഡറും ഒലിവ് ഓയിലും കൂടി ഇങ്ങനെ കോരി ഒഴിച്ചിട്ട്, മേ ബി അവരുടെ നല്ലൊരു ഡിഷായിരിക്കും, പക്ഷേ എനിക്കത് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവിടുന്ന് വലിയ ഐറ്റംസ് ഒന്നും കിട്ടിയില്ല. പിന്നെ കിട്ടിയതൊക്കെ എന്തൊക്കെയോ കഴിച്ചു, ചെറിയ വെജിറ്റബിൾസൊക്കെ. അതുകൊണ്ട് ഇപ്പം നമ്മളിനിയും ഫ്ലെമിംഗോ ഡാൻസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിന് പോകണം. അപ്പം ഇനി അവിടെ ചെന്നിട്ട് കാണാം. നമ്മളിപ്പോൾ ഫ്ലെമിംഗോ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഷോ ഒരു 5 മിനിറ്റിൽ തുടങ്ങും കേട്ടോ. നമ്മളിതാ നമ്മുടെ സീറ്റിലേക്ക് ഇങ്ങനെയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകാമല്ലോ കേട്ടോ. അപ്പോൾ Video sin flash. Los 3 pilares fundamentales. €15 തൊട്ടിട്ട് €39 വരെയാണ് ഇതിൻ്റെ ഒരു കോസ്റ്റ് വന്നിട്ട് കേട്ടോ. നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ഥലം, ചൂസ് ചെയ്യുന്ന ഡാൻസ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ കോസ്റ്റിങ്സ് വന്നിട്ട് കേട്ടോ. ഇപ്പോൾ ഫ്ലെമിംഗോ ഡാൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പ്ലാസ ഡി, രാവിലെ നമ്മൾ പോയല്ലോ പ്ലാസ ഡി എസ്പാന, അവിടേക്ക് വീണ്ടും പോവാണ്. അവിടെ ഒരു ബോട്ട് റൈഡ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെറിയ കനാൽ പോലെയുണ്ട്. അപ്പോൾ അവിടെ കൂടെ ബോട്ട് റൈഡ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പോൾ പോയിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്കാണ് നേരെ ഞങ്ങൾ വിടുന്നത് കേട്ടോ. നമ്മുടെ ആ പ്ലാസ ഡി എസ്പാനയുടെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു ഷെഡിൽ അവരിങ്ങനെ ടിക്കറ്റ് വെക്കുന്നുണ്ട്. ഒരു ബോട്ടിന് €6 ആണ് വരുന്നത് കേട്ടോ. 4 പേര് മാക്സിമം കയറാനും പറ്റും. ബോട്ട് റൈഡിന് പോവാണ് ഗൈസ്. നമ്മൾ പോകുന്നില്ല. അങ്ങോട്ട് ഇനി ഇവിടെ തൊഴ, ഇവിടെ അല്ല അവിടെ തൊഴ, അവിടെ തന്നെ തൊഴ, അവിടെ ഇടിക്കും. ഇപ്പം നമ്മളെന്താ നടുക്കോട്ട് പോവാത്തെ? ഇനി നേരെ അങ്ങ് പിടിച്ചോ. കാറ്റേ നീശുരുതിപ്പോൾ കാറ്. അത് നല്ലൊരു ഐഡിയ. എടാ ബോട്ട് മറിയരുത് കേട്ടോ.
നീ വെള്ളത്തിൽ തള്ളിയിടാനാണോ കൊണ്ടുവന്നേ? എൻ്റെ ഫോൺ വെള്ളത്തിൽ പോകും. നീ എങ്ങനെയാടാ അവിടെ നിന്ന് കറങ്ങി വരണോ? ബ്രിഡ്ജ് ക്രോസ് ചെയ്യും. No break, sorry. സോ നമ്മുടെ റൈഡ് നമ്മുടെ വിശാഖപട്ടണംപുത്രി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. പഠിച്ചല്ലോ അല്ലേ? ഇപ്പം അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഡിന്നർ കഴിക്കാൻ പോയി. അപ്പോഴത്തേക്കും ഫോണിനകത്തിൽ ചാർജൊക്കെ തീർന്നിട്ട് എനിക്ക് അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ സെവിലിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ടിൽ ദെൻ ബൈ.